ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ നാം എല്ലാം കാൽപന്ത് കളി കാണാനും അത് ആസ്വദിക്കാനുമെല്ലാം തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. അതിനിടയിൽ നിരവധി പുത്തൻ താരോദയങ്ങളുടെ കാൽപന്തിലേക്കുള്ള കടന്നുവരവിന് നാം സാക്ഷിയായിട്ടുണ്ട്. അങ്ങനെയുള്ള താരങ്ങളിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ നമ്മുടെ എല്ലാം പ്രതീക്ഷക്കൊത്തുയരാനും ദീർഘകാലം ഫുട്ബോളിൽ നിലനിൽക്കാനും സാധിച്ചിട്ടുള്ളൂ. എന്നാൽ മറ്റു ചിലർ ഭാവിയിൽ വലിയ ഉയരങ്ങളിലെത്തുമെന്ന പ്രതീക്ഷകൾ നൽകി ഒടുക്കം പാതി വഴിയിൽ വെച്ച് വീണു പോകാറുമുണ്ട്. അത്തരത്തിലുള്ള ചില നിർഭാഗ്യവാന്മാരായ താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതെ, കാൽപന്തിന്റെ ഈ വശ്യസുന്ദര ഭൂമിയിലേക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ കടന്നു വന്ന് ഒടുക്കം ആരാധകരെയെല്ലാം നിരാശപ്പെടുത്തി ഒന്നും നേടാനാവാതെ ഇരുട്ടിലേക്ക് മറഞ്ഞ രണ്ട് കളിക്കാർ. അതെ, ഫിലിപ്പെ കുട്ടീനിയോ ആൻഡ് പൗലോ ഡിബാല. Would you believe it? The little magician has come up with something. The bunny is out of the house. ഒരു കാലത്ത് ലിവർപൂൾ ആരാധകർ കണ്ട സ്വപ്നമായിരുന്നു ഫിലിപ്പെ കുട്ടീനിയോ. ലക്ഷ്യം തെറ്റാത്ത ലോങ് ഷോട്ടുകൾ കൊണ്ടും അളന്നു മുറിച്ച പാസുകൾ കൊണ്ടും എതിരാളികളെയെല്ലാം അനായാസം കബളിപ്പിച്ച് മുന്നേറുന്ന തന്റെ ഡ്രിബ്ലിംഗ് മികവ് കൊണ്ടും എൻഫീൽഡിന്റെ പുൽമൈതാനിയിലൂടെ ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടന്നിരുന്ന കുട്ടീനിയോയെ കണ്ട് ലിവർപൂൾ ആരാധകർ പ്രതീക്ഷകളേറെ നെയ്തുകൂട്ടിയിരുന്നു. സ്റ്റീവൻ ജെറാർഡും ലൂയിസ് സുവാരസും റഹീം സ്റ്റെർലിംഗും എല്ലാം അടങ്ങുന്ന ആ ലിവർപൂൾ നിരയിലേക്കാണ് 2013 കുട്ടീനിയോ കടന്നു വരുന്നത്. അന്ന് ലിവർപൂൾ ആരാധകർക്ക് അയാൾ വെറും ഒരു സാധാരണ താരം മാത്രമായിരുന്നു. എന്നാൽ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിനായി ചില നല്ല സീസണുകൾ സമ്മാനിച്ച യുർഗൻ ക്ലോപ്പ് എന്ന ജർമ്മനിക്കാരൻ ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയതോടെയാണ് കുട്ടീനിയോ എന്ന മാന്ത്രികനെ ലോകം കണ്ടു തുടങ്ങുന്നത്. ക്ലോപ്പിന്റെ വരവോടെ ഒരു സാധാരണ താരത്തിൽ നിന്നും അസാധാരണ താരത്തിലേക്കുള്ള അയാളുടെ പരിവർത്തനം പെട്ടെന്നായിരുന്നു. കുട്ടീനിയോയുടെ കഴിവ് മനസ്സിലാക്കിയ ക്ലോപ്പ് കൂടുതൽ അവസരങ്ങൾ നൽകി അദ്ദേഹത്തെ ടീമിലെ പ്രധാന താരമാക്കി മാറ്റി. 2016-17 സീസണിൽ 33 ഗോളും 7 അസിസ്റ്റുമാണ് അയാൾ തന്റെ പേരിലാക്കിയത്. തൊട്ടടുത്ത സീസണിൽ വെറും 14 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളും 6 അസിസ്റ്റും അയാൾ സ്വന്തമാക്കി. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നോക്കി നിന്ന ലിവർപൂൾ ആരാധകർ അയാളെ ഒരു പേര് വിളിച്ചു, ദ ലിറ്റിൽ മജീഷ്യൻ. ഈ സമയങ്ങളിലെല്ലാം ബ്രസീലിയൻ ദേശീയ ടീമിലും അയാൾ നിറസാന്നിധ്യമായിരുന്നു. നെയ്മറോടൊപ്പം ചേർന്ന് ഗോളുകൾ അടിച്ചും അടുപ്പിച്ചും ബ്രസീൽ ആരാധകരുടെ പുത്തൻ പ്രതീക്ഷയായി അയാൾ മാറി. നെയ്മർ കഴിഞ്ഞാൽ ബ്രസീൽ ആരാധകർ ഇത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റൊരു താരം അക്കാലത്തുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും അതിനുള്ള ഉത്തരം. ചില ബ്രസീൽ ആരാധകരെങ്കിലും ഒരുപക്ഷെ നെയ്മറേക്കാൾ കൂടുതൽ അയാളെ സ്നേഹിച്ചിട്ടുണ്ടാകുമെന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അന്ന് നിരവധി ക്ലബ്ബുകൾ കുട്ടീനിയോയെ സ്വന്തമാക്കാനായി രംഗത്ത് വന്നിരുന്നെങ്കിലും ലിവർപൂൾ മാനേജ്മെന്റ് അയാളെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ 160 മില്യൺ എന്ന വലിയ തുക സ്പാനിഷ് വമ്പന്മാരായ ബാർസലോണ ലിവർപൂളിന് നേരെ നീട്ടിയപ്പോൾ കുട്ടീനിയോ തന്റെ സ്വപ്ന ക്ലബ്ബായ ബാർസലോണയിലേക്ക് ചേക്കേറി. എന്നാൽ ആ കൂടുമാറ്റം അയാൾ തന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരിക്കുമെന്ന് അയാൾ ചിന്തിച്ചു കാണില്ല. പ്രതീക്ഷയുടെ ഭാരവും പേറി തന്റെ സ്വപ്ന നഗരിയിലെത്തിയ കുട്ടീനിയോക്ക് കറ്റാലൻ ജേഴ്സിയിൽ തന്റെ പ്രതിഭ പുറത്തെടുക്കാൻ സാധിക്കാതെ വന്നതോടെ അയാളുടെ സ്ഥാനം സൈഡ് ബെഞ്ചിലായി മാറി. അതോടൊപ്പം ചില പരിക്കുകളും അയാളെ പിടികൂടിയതോടെ ആരാധകരുടെ ലിറ്റിൽ മജീഷ്യൻ ബാഴ്സക്കൊരു ഭാരമായി തീർന്നു. പിന്നീട് തന്റെ ഫോം വീണ്ടെടുക്കാനായി അയാൾ മറ്റു പല ക്ലബ്ബുകളിലേക്കും ചേക്കേറിയെങ്കിലും പിന്നീടൊരിക്കലും ആ പഴയ ലിറ്റിൽ മജീഷ്യനെ ലോകത്തിന് കാണാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ നാം പറഞ്ഞത് നിർഭാഗ്യം കടിഞ്ഞാണിട്ട് പൂട്ടിയ ഒരു ബ്രസീലുകാരനെ കുറിച്ചാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് അയാൾക്ക് സമാനമായ ഒരു അർജന്റീനക്കാരനെ കുറിച്ചാണ്. അതെ, പൗലോ ബ്രൂണോ എക്സിക്വൽ ഡിബാല എന്ന ആരാധകരുടെ സ്വന്തം ലാജോയ. 2012 ഇറ്റാലിയൻ ക്ലബ്ബായ പലർമോയിലൂടെയാണ് ഡിബാല യൂറോപ്യൻ ഫുട്ബോളിലേക്ക് കടന്നു വരുന്നത്. പലർമോയുടെ കുപ്പായത്തിൽ ഇറ്റാലിയൻ മൈതാനങ്ങളെ തീപിടിപ്പിച്ച ഡിബാലയെ 2015 ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസ് തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കുന്നു. യുവന്റസിന്റെ കുപ്പായത്തിൽ അയാൾ ഒരത്ഭുതം തന്നെയായിരുന്നു. തന്റെ ഇടങ്കാൽ ഫ്രീ കിക്കുകൾ മഴവിൽ രൂപത്തിൽ വലയിലെത്തിച്ചും ഗോൾ കീപ്പർക്കൊരവസരവും നൽകാതെയുള്ള തന്റെ ലോങ് റേഞ്ചറുകൾ കൊണ്ടും തന്റേതായ ഗോൾ
ഗോൾ സെലിബ്രേഷൻ കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ കാൽപന്ത് പ്രേമികളുടെ മനസ്സിൽ അയാൾ കയറിപ്പറ്റിയിരുന്നു. യുവന്റസിലൂടെ അയാൾ ലോക ഫുട്ബോളിന്റെ തന്നെ തലപ്പത്തേക്ക് പടർന്നു കയറി. ഓർമ്മകളിലെ 2017 ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രവീതിയിൽ PSG ചുട്ടരിച്ച് 6-5 അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തിയ ബാർസലോണയെ ഏതാണ്ട് ഒറ്റക്കെന്നോണം തകർത്തെറിഞ്ഞ ഡിബാലയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ബാഴ്സയുടെ മുന്നേറ്റത്തിലെ പേരുകേട്ട MSN സഖ്യം പോലും നിശബ്ദരായ രാത്രി. ഗോൾ കീപ്പർ ടെർ സ്റ്റിഗണും ജെറാർഡ് പിക്കയുടെ പ്രതിരോധ നിരയും ഒന്നുമല്ലാതായി തീർന്ന 90 മിനിറ്റുകൾ. ആൽബി സെലസ്റ്റിയൻ കുപ്പായത്തിലെ രണ്ടാം മെസ്സി എന്നറിയപ്പെട്ട ഡിബാല മെസ്സിക്ക് ശേഷം ആ 10-ാം നമ്പർ ജേഴ്സിയിൽ ഇടങ്കാൽ മായാജാലം തീർക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് വരെ പലരും പറഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ കാലങ്ങൾക്കിപ്പുറം അയാളുടെ പ്രതിഭയോട് എത്രത്തോളം അയാൾക്ക് നീതി പുലർത്താൻ കഴിഞ്ഞു എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. തുടരെയുള്ള പരിക്കുകളും ഫോമില്ലായ്മയും കാരണം യുവന്റസിൽ അയാളുടെ സ്ഥാനം പതിയെ സൈഡ് ബെഞ്ചിലേക്ക് മാറി. മെസ്സിയുടെ അതേ പൊസിഷനിൽ കളിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കണം അർജന്റീൻ ദേശീയ ടീമിൽ പലപ്പോഴും അയാൾക്ക് സ്ഥാനം ലഭിക്കാതെ വരുന്നതും. ഒരുപക്ഷെ മെസ്സിയുടെ അതേ കാലഘട്ടത്തിൽ പന്ത് തട്ടിയത് കൊണ്ടായിരിക്കാം പലരും അയാളെ വാഴ്ത്തിപ്പാടാതെ പോയത്. AS റോമയുടെ കുപ്പായത്തിൽ അയാൾ ഇന്ന് തന്റെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും പരിക്കുകൾ ഇന്നും വില്ലനായി അയാളുടെ കൂടെ തന്നെയുണ്ട്. ഫിലിപ്പെ കുട്ടീനിയോ ആൻഡ് പൗലോ ഡിബാല. ഒരു കാലത്ത് ഫുട്ബോൾ ലോകം കൊട്ടിഘോഷിച്ച ഈ രണ്ട് താരങ്ങൾ ഇന്ന് പ്രതാപകാലത്തിൽ നിന്നും വിദൂരതയിലാണെങ്കിലും ഇന്നും അവർ ഈ കളി അവസാനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അവർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.